റാം നാരായൺ റാം. വിശ്വപ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. സൃഷ്ടി ഉണ്ടായിരിക്കുമ്പോൾ അതിനൊരു നിയമവും ഉദ്ദേശ്യവും ഉണ്ട്. ഈ ഭൂമി എന്തിനാണ്? ഇത്രയും എല്ലാം എന്തിനാണ്? നമ്മുടെ ഭ്രമണികൾ മുതൽ ഓരോ വസ്തുവും ഇങ്ങനെ യാദൃശ്ചികമായി സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇതിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള നിയമം അതിമനോഹരമാണ്. ബാബ പോകുന്നു, അവൻ പിന്നാലെ മറ്റൊരാൾ പോകുന്നു. പക്ഷേ എന്തിന്? അതിൻ്റെ ഉത്തരം എവിടെയാണ്? ഉത്തരമുണ്ടാകുകയാണ്. അവിടെ എത്തുമ്പോൾ എല്ലായ്പ്പോഴും ഉത്തരമാകുന്നു. അവിടെ ഒരു നിമിഷത്തിൻ്റെ സന്തോഷം പോലും ശേഖരിക്കപ്പെടുന്നു. ഒരു പൈസയുടെ തെറ്റിന് 1,00,000 രൂപ കൊണ്ടും പരിഹാരമാകില്ല. ഒരു നിമിഷത്തിൻ്റെ സന്തോഷം പോലും അനന്തസന്തോഷത്തിൻ്റെ കണക്കിൽ ഉൾപ്പെടുന്നു. അത് പിടിച്ചു നാം അനന്തത്തിലേക്ക് എത്തിച്ചേരാം. ഓരോരുത്തരും വേദന കുറയ്ക്കാനായി ശാന്തി എവിടെ, ആനന്ദം എവിടെ എന്ന് തേടി നടക്കുന്നവരാണ്. നമ്മുടെ സാധനയാണ് ചിദാനന്ദം, ബ്രഹ്മാനന്ദം എന്നിവയെ അന്വേഷിക്കുന്നത്. ശാന്തിയെക്കുറിച്ച് പറയുമ്പോൾ മഹാശാന്തിയുടെ സമുദ്രവും ഉണ്ടാകണം, അല്ലേ? അവിടെ എത്തുമ്പോൾ ഈ എല്ലാം ഇല്ലാതാകും. ഒരു ഭൂമിയിലേക്ക് വ്യത്യസ്ത അന്തരീക്ഷങ്ങളുണ്ട്. നിങ്ങൾ കാണുന്ന പ്രകൃതി ദൃശ്യം ഭൂമിയുടെ ഒരു വശത്ത് ജലപാതമുണ്ട്, മറുവശത്ത് മരുഭൂമിയും. ഒരേ ഭൂമി തന്നെ, പക്ഷേ വിവിധ പ്രദേശങ്ങളിൽ അവൾ താനൊരു വ്യത്യസ്ത രൂപത്തിൽ പ്രകടമാകുന്നുണ്ട്.